ചന്ദ്രമണ്ഡലത്തിന്റെ മുകളിലൂടെ സൂര്യരേഖ കടന്നു പോകുന്നത് കാരണം. സൂര്യരേഖ എന്നൊന്നില്ല. നിന്റെ ജാതകത്തിൽ കാണൂല, എരണം കെട്ടതല്ലേ. എന്റെ ജാതകത്തിലുണ്ട് സാറേ. ഇവക്കൊന്നും ഇതൊന്നും അറിഞ്ഞൂടെ, കള്ള കാക്കാത്തി. കൊച്ചു വലുപ്പങ്ങൾ നിന്റെ വായിരിക്കുന്നൊന്നും കേക്കരുത്. ആദിത്യൻ 3ാം സ്ഥാനത്ത് ഗുലാം ഭരിച്ചിട്ട് തലനീട്ടി നിൽക്കുകയാണ്. ക്ലാവർ ഗുലാനിട്ട് അവനെ വെട്ടി വ്യാഴം നിൽക്കുന്നിടത്തേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ ഉടനടി മരിച്ചു പോകും. സത്യമായിട്ട് പറഞ്ഞതിനാണോ ഇയാളെന്നെ അടിച്ചത്? എന്റെ അമ്മൂമ്മയുടെ സത്യം. കയ്യിലിരുന്ന കാശ് വാങ്ങിയിട്ട് എന്റെ ഭാര്യ പറയില്ല. കല്യാണം കഴിക്കാത്ത എന്റെ ഭാര്യ മരിച്ചു പോകുന്ന രേഖയല്ല പൂർണ്ണിമചേരമെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. എന്താണ് ഇത്ര കിടിക്കാതിരിക്കുന്നത്? നീ ഞാനും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ. നീ കള്ളി, ഞാൻ കള്ളൻ. ഇരിക്കൂ, കാശ് വെക്കൂ, കൈ നീട്ടു. ഭാവി, ഭൂതം, വർത്തമാനം എന്നിവ ഉടനടി പറഞ്ഞു കൊടുക്കപ്പെടും. കല്യാണം കഴിച്ചതാണോ, മക്കളുണ്ടോ എന്നോട് ആദ്യമേ പറയണം. ഫലം പറഞ്ഞു കേട്ട ശേഷം കാണാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ തല്ലിയ ഞാനും തല്ലും. എന്റെ പേര് ചക്രപാണി. എന്താ ചക്രപാണിയുടെ പണി? എന്റെ പണി ജോത്സ്യം. വേണമെങ്കിൽ നിങ്ങളുടെ മുഖം നോക്കി ഞാൻ ലക്ഷണം പറയാം. എനിക്കറിയാം, കള്ള ലക്ഷണം. അതെ, മുഖം കവി സമാനേ, അഹം തവി കുണേശേ, ഇത്രേ കള ലക്ഷണേത്രേ. പക്ഷേ നമ്മുടെ രണ്ടുപേരുടെ മുഖത്ത് ഒരേ ലക്ഷണം എങ്ങനെ വന്നു? കൊച്ചു കൊള്ളാം. അതെന്ത് പണിയാ? എടാ, നിന്നെപ്പോലെ ഒരുത്തിനെയാ ഞാൻ തേടി വന്നത്. നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് നിന്നാ ഇവിടെയുള്ള ജ്യോത്സ്യന്മാര് മുഴുവൻ കെട്ടുകെട്ടും. വരവ് പാതി പാതി. തല്ലിന്റെ വരവും പാതി പാതി മേടിച്ചോണം. അതും ഞാൻ ഏറ്റു. വാ പോവാ. തത്തമ്മ ഒരിക്കലും കള്ളം പറയില്ല. അത് ശരിയാ, പക്ഷെ സത്യവും പറയില്ല. തത്തമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ. കാശുവൈ, കാക്കാത്തി സത്യമേ പറയൂ മോനെ. എന്റെ കയ്യിൽ ആകെ 7 രൂപയേ ഉള്ളൂ. നേരം വെളുത്തിട്ട് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. കാപ്പിക്കുള്ള 1 രൂപ വെച്ചിട്ട് ബാക്കി 6 രൂപ തരാം. മതിയോ? 5 രൂപ മതി. പറയണമെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അതിനുള്ള സമയം ഇപ്പൊ ഇല്ല. ഒന്ന് പറയാം, നീ ഇവിടുന്ന് പോകണ്ട. നിന്റെ നല്ല കാലം ഈ അമ്പലത്തിന്റെ നടയിന്നാ തുടങ്ങുന്നത്. ബൈ രാജാ ബൈ, 1 വെച്ചാൽ 2 കിട്ടും, 2 വെച്ചാൽ 4 കിട്ടും. ബൈ രാജാ ബൈ, ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം. ബൈ രാജാ ബൈ ബൈ, 1 വെച്ചാൽ 2 കിട്ടും, 2 വെച്ചാൽ 4 കിട്ടും. നോക്കണം, അകത്ത് കുത്തിയ കുത്തുകാരൻ ഇറച്ചി പണം പുറത്ത് വെച്ച കമ്പനിക്ക്. നോക്കണം, ഇതേമാതിരി കുത്തി കഴിഞ്ഞു. നോക്കണം, ചരട് വലിയ കമ്പനി കിട്ടി കഴിഞ്ഞ്. ബൈ രാജാ ബൈ ബൈ, 1 വെച്ചാൽ 2 കിട്ടും, 2 വെച്ചാൽ 4 കിട്ടും. ബൈ രാജാ ബൈ ബൈ, നോക്കണം. ഇത് കമ്പനിക്ക് കിട്ടി കഴിഞ്ഞു. ബൈ രാജാ ബൈ, എന്താണോ നോക്കിക്കണം? പോട്ടെ, എന്താ വെക്കുന്നോ? അതിന് പോ, പോലീസ് വേണിച്ച് പോകുന്നത്. എന്റെ കൈ 2 രൂപയുണ്ട്. ഇരട്ടി കിട്ടും, വെച്ചോ. 2 വെച്ച് 4 കിട്ടും, 4 വെച്ചാൽ 8 2 പുട്ടും ഒരു ചായയും കഴിക്കാനുള്ള കാശ്. കിട്ടിക്കഴിഞ്ഞാൽ 4 കൂട്ടും 4 ചായയും കഴിച്ചൂടെ? കിട്ടിയില്ലെങ്കിൽ പൂട്ടില്ല പട്ടിണി. ബൈ രാജാ ബൈ ബൈ രാജാ ബൈ, ആർക്കും വെക്കാം, എപ്പോഴും വെക്കാം, ഏത് നേരത്തും ഏത് സമയത്തും വെക്കാം. നോക്കി കുത്തണം, സൂക്ഷിച്ച് കുത്തണം, നേരത്തിന് കുത്തണം, തെറ്റിപ്പോരുത്. ബൈ രാജാ, പുറത്ത് കുത്തി കമ്പനി കിട്ടി. ബൈ രാജാ ബൈ. അയ്യോ, എന്റെ പുട്ടും ചായ. എടാ, 2 വെച്ച് 4 കിട്ടൂലേ? എന്റെ കാശില്ല. കാശില്ലെങ്കിലേ ഒരു കാര്യം, നേരെ കുളത്തിലിറങ്ങിട്ടേ കുറച്ച് പച്ചവെള്ളം കുടിച്ചിട്ട് വായിൽ വിരലിട്ട് നേരെ നടന്നോ. ബൈ രാജാ, എനിക്ക് പുട്ട് വേണം. നിർബന്ധമാണോ? എന്നാലേ അതോ കാണുന്ന ചായക്കടില്ല, അവിടെ പോയിട്ട് ഇഷ്ടമാതിരി തിന്നോ, എന്നിട്ട് എന്റെ പേര് പറഞ്ഞാൽ മതി. ബൈ രാജാ ബൈ. എന്താ പേര്? തിരുക്കുത്ത് കുമാരൻ. തിരുക്കുത്ത് കുമാരൻ. ഞാൻ പോയി പറയും. മതി, പറഞ്ഞാ മതി. ചെല്ലേ. ഇവരെന്ന് അരിയാട്ടിയത് തന്നെ. ഇരി രാജാ, ഇരി. പോ രാജാ, പോ. 4, 13, 15, 15. ആ ഇലയും തൊലിയും കൂടെ എടുത്തരാ കുഞ്ഞെ. 15, 15, 30, 35, 40. അവിടെ ഒന്ന് 40. ഒരു പാക്കറ്റ് ബീഡിയും ഒരു തീപ്പെട്ടിയും വേണം. 30, 15, 15. നിലവില് ഇവിടുത്തെ പറ്റെന്ന് പറഞ്ഞേ? 350. തിരുക്കുത്തുമാന്റെ പറ്റില്ല എഴുതിക്കോ. കുമാരകന്റെ പറ്റോ? അതിന് അവനിവിടെ പറ്റുകഞ്ഞൊന്നുമില്ല. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അവൻ പറഞ്ഞിട്ടാ ഞാൻ കാപ്പ് കുടിച്ചേ. അവന്റെ തന്തയുടെ വകയൊന്നുമല്ല കട കേട്ടോ.
മര്യാദ കാശ് എന്നിട്ട് പോടാ. കിലിക്കത്ത് കുമാരകന്റെ പറ്റുപോല്. എന്റെ കാശെല്ലാം അവൻ പിടിച്ചു മേടിച്ചു. എന്നിട്ട് ഇവിടെ കയറി കാപ്പ് കുടിച്ചോളാൻ പറഞ്ഞു. ഓ ദൈവമേ, ആ നായിന്റെ മോനെ കൊണ്ട് ഞാൻ തോറ്റ്. ആ വെട്ടിയെത്തി അച്ഛന്റെ കെയറോഫിലാ അവന്റെ ജാടയും പോസും ഒക്കെ. ഏതായാലും നിന്നെ ഞാനിങ്ങനെ വെറുതെ ഇവിടെ നിശ്ചയിച്ചിട്ടില്ലടാ. അടക്കടാകത്തോട്ടെ. ഞാൻ പോവാ. എവിടെ പോന്നു? എവിടെ ഞാൻ പോവാ. ഇങ്ങോട്ടെ ഇങ്ങോട്ട് താടിയാ. ഇങ്ങനെ ഓസിന് തിന്നിട്ട് കടന്നു കളയാന്ന് വിചാരിക്കണ്ട. ഇറങ്ങടാ ഓട്ടെ, ഇറങ്ങടാ ഇറങ്ങടാ. എവിടം വരെ ആയടേ നിന്റെ അരിയാട്ടക്കം? അയ്യേ, എന്തിനാണ് കരയുന്നേ? പാവം. ആ എന്തായാലും നീ കരയുന്നല്ലോ, കുറച്ചുകൂടെ കുനിഞ്ഞിരുന്ന് കര. ആ കണ്ണീരാ മാവിലോട്ട് വീഴട്ടെ. എനിക്കത്ര ഉപ്പെങ്കിലും ലാഭമുണ്ടല്ലോ. ഉപ്പായോ? കര കര, നിലവിളിച്ചു കര. ഉപ്പ് പോരാ. ഒടുക്കത്തെ പോലീസാ. എന്റെ തിരുക്കുത്ത് പിടിക്കാൻ അവർക്ക് സമയമുള്ളൂ. ഈ നാട്ടിൽ എന്തെല്ലാം സംഭവങ്ങൾ സംഭവിക്കുന്നു. അത് ബൈ രാജ ബൈ, 1 വെച്ച 2 കിട്ടും, 2 വെച്ച 4 കിട്ടും, 4 വെച്ച 8 കിട്ടും. എപ്പോഴും വെക്ക, ഈ സമയത്തും ആർക്കും വെക്കാം. കുപ്പിക്കണ്ട കുത്തിക്കറി, കുത്തിക്കറി കുപ്പിക്കണ്ട ചണ്ടിക്ക്. ബൈ രാജ ബൈ, ബൈ രാജ ബൈ, 1 വെച്ച 2 കിട്ടും, 2 വെച്ച 4 കിട്ടും, 4 വെച്ച 8 കിട്ടും. 50 പൈസ ഉണ്ട്. ചായ കുടിക്കാനുള്ള കാശ. നീ കള്ളക്കളി കളിക്കരുത്. നീ എടാ, നിന്റെ അച്ഛനുള്ള പ്രായം തന്നെ എനിക്ക്. എന്നാ അച്ഛൻ കള്ളക്കളി കളിക്കരുത്. ആ എച്ചക്കളി കമ്പനിക്ക് ഇഷ്ടമല്ല. ഇതെടുത്തു, എടുക്ക്, ആ കുത്ത്. സമാധാനല്ലേ? അതിന് പോയിക്കോ. അപ്പൊ ഞാൻ ഇനി ചായ എങ്ങനെ കുടിക്കും? ചായ അവിടെ പോയി കുടിച്ചിട്ടേ എന്റെ പേര് പറഞ്ഞാൽ മതി. നിന്റെ തന്തോടെ കടയല്ല. ഇന്നലെ ആ ചായക്കടക്കാരൻ പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യും, ആ നേരെ ചായക്കടയുടെ മുമ്പ് ചെന്നിട്ട് 1 കഷ്ണം ചാപ്സ്, 3 പൊറോട്ട, 2 പപ്പടം, 1 ചായ, ഇതെല്ലാം കഴിച്ചെന്ന് വിചാരിച്ചിട്ട് നേരെ നടന്നു. എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാൻ എന്റെ അകത്താ കുത്തിയെന്ന് വെച്ച് എന്റെ 50 പൈസ നീ ആളെ മെനക്കെടുത്ത് ഇവിടുന്ന് പോകുന്നുണ്ടോ? ഞാൻ പോവില്ല. പോവൂലേ? നീ പോലെ എന്നാ ഞാൻ പോവാ. നീ അവിടെ ഇരി രാജായി.